മൈലേജിന്റെ കാര്യം പറയുവാണെങ്കിൽ ഫസ്റ്റ് ഇത് ഇറങ്ങിയ സമയത്ത് ആൾക്കാർ പറഞ്ഞിരുന്നു ഇതിൽ ബജാജ് ഡോമിനറിന്റെ സെയിം എഞ്ചിൻ ആയിരിക്കും. അതൊരു 150 എന്നൊക്കെ കയറുമ്പോൾ ഇനീഷ്യലി തുടക്കം ഒന്ന് ശ്രദ്ധിക്കുക, വണ്ടി നല്ല പവർ ഉണ്ട്. പേഴ്സണലി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല, കാരണം ഭയങ്കരമായിട്ട് സിമ്പിളായ പോലെ. ഹലോ ഗൈസ്, നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ട്രയംഫിന്റെ സ്വന്തം സ്പീഡ് 400 ആണ്. ട്രയംഫും ബജാജും കൂടെ കൊളാബ് ചെയ്തൊരു വണ്ടി ഇറക്കാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്ര പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ കുറച്ച് ഡിസപ്പോയിന്റഡ് ആയിരുന്നു. കാരണം ബജാജിന്റെ വണ്ടികൾ എനിക്ക് ക്വാളിറ്റി വൈസ് അത്ര ഇഷ്ടമല്ലായിരുന്നു. കുറച്ച് പ്രശ്നങ്ങൾ അവരുടെ വണ്ടിയിൽ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ട്രയംഫ് എന്ന് പറഞ്ഞ ബ്രാൻഡിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ട്രയംഫിന്റെ എല്ലാ വണ്ടികളും എനിക്ക് നല്ല ഇഷ്ടമാണ്. അത് തന്നെ ട്രയംഫിന്റെ ടൈഗർ 660 ഒക്കെ ഇറങ്ങിയ സമയത്ത് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു എടുക്കണമെന്ന്. കാരണം പക്ഷേ പ്രൈസ് കുറച്ച് കൂടുതലായിരുന്നു, അത് സത്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ട്രയംഫിന്റെ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു വണ്ടി ബജാജിന്റെ കൊളാബിൽ ഇറങ്ങാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതെന്ന് പറഞ്ഞാൽ ക്വാളിറ്റി കുറച്ച് കോംപ്രമൈസ് ഒക്കെ ചെയ്തൊരു വണ്ടിയായിരിക്കും. കുറച്ച് ലീക്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ കുറച്ച് സിമ്പിൾ ആയിട്ടൊരു വണ്ടിയാണെന്നാണ് പ്രതീക്ഷിച്ചത്. കാരണം നമ്മുടെ ബജാജിന്റെ ഡോമിനാർ പോലെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ ഈ ഒരു വണ്ടി ബജാജ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തപ്പോൾ എല്ലാവരും ഒരുവിധം ക്രേസി ആയി വണ്ടിനെ കണ്ടപ്പോൾ തന്നെ. കാരണം അത്രമാത്രമാണ് ഈ വണ്ടിയിൽ ഒരു ട്രയംഫിന്റെ ഒരു ലുക്ക് അവർ കൊടുത്തിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ്ലി എൻറ്റയർലി ഒരു ട്രയംഫിന്റെ വണ്ടിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് ക്ലെയിം ചെയ്യാം. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ബജാജിന്റെ യാതൊരു എലിമെന്റ്സും ഇതിൽ കാണുന്നില്ല. ഫസ്റ്റ് ഇത് ഇറങ്ങിയ സമയത്ത് ആൾക്കാർ പറഞ്ഞിരുന്നു ഇതിൽ ബജാജ് ഡോമിനറിന്റെ സെയിം എഞ്ചിൻ ആയിരിക്കും, ബജാജിന്റെ ഒരു ഡോമിനറിന്റെ ലുക്ക് മാറ്റിയൊരു വണ്ടി ആയിരിക്കും എന്നൊക്കെയാണ് ആൾക്കാർ ഫസ്റ്റ് പറഞ്ഞത്. പക്ഷേ ഇറങ്ങിയതിന് ശേഷം നമുക്ക് മനസ്സിലായി ഇത് എൻറ്റയർലി ഡിഫറെന്റ് വണ്ടിയാണ്. എഞ്ചിൻ കംപ്ലീറ്റ്ലി മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ചെയിൻസ് കംപ്ലീറ്റ് സെറ്റപ്പ് ഈ സൈഡിലോട്ടാണ് വരുന്നത്. ഡോമിനറിൽ എൻറ്റയർലി ഈ സൈഡിലാണ് അത് വരുന്നത്. അപ്പോൾ ഓവറോൾ ലുക്ക് വൈസ് നോക്കുവാണെങ്കിൽ എല്ലാവരും ക്രേസി ആയി. അതുകൊണ്ട് തന്നെ ഇതിന് ബുക്കിംഗ് ഒക്കെ ഒരുപാടായിരുന്നു. ഇതിൽ ബുക്കിംഗ് ഇൻട്രൊഡക്ടറി ആയിട്ട് ഫസ്റ്റ് 10,000 ബുക്കിംഗ്സിന് അവർ 10,000 റുപ്പീസ് എന്തോ ഡിസ്കൗണ്ടും കൊടുത്തിരുന്നു. അതിപ്പോഴും റണ്ണിങ് ആണെന്നാണ് ഞാൻ കേട്ടത്. കാരണം അത്ര 10,000 ബുക്കിംഗ്സ് ആയിട്ടില്ല എന്നാണ് ഞാൻ ഇപ്പോൾ കേട്ടത്. അതുപോലെ തന്നെ പ്രൈസിന്റെ കാര്യത്തിലാണെങ്കിലും ബജാജ് അവിടെ നമ്മളെ ഞെട്ടിച്ചു. പ്രൈസിന്റെ കാര്യത്തിലോട്ട് ഞാൻ വരാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ലുക്സിന്റെ കാര്യം പറയുവാണെങ്കിൽ ഇതൊരു ബേബി സ്ട്രീറ്റ് വിനോ എന്ന് വേണമെങ്കിൽ വിളിക്കാം. കാരണം പക്ക ഒരു ട്രയംഫിന്റെ DNA ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ട്രയംഫിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു സ്ട്രീറ്റ് വിൻ എങ്ങനെയാണോ ഒന്ന് കട്ട് ഡൗൺ ചെയ്ത് ചെറിയ സൈസിലോട്ട് ആക്കിയാൽ എങ്ങനെ ഉണ്ടാവും, അതേ ഒരു ലുക്കിൽ തന്നെയാണ് ട്രയംഫിന്റെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ കണ്ട ട്രയംഫ് എന്ന് പെട്ടെന്ന് മനസ്സിലാവും. അതായത് ഒരു പുതിയ വണ്ടി കംപ്ലീറ്റ്ലി എൻറ്റയർലി ന്യൂ ആയിട്ടൊരു വണ്ടി ഇറക്കുന്നേക്കാളും നല്ലത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വണ്ടിയുടെ ആ ഒരു ലുക്കിന് സിമിലർ ആയിട്ടുള്ള വണ്ടി ഇറക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ വണ്ടി ട്രയംഫ് തിരിച്ചറിയാൻ പെട്ടെന്ന് പറ്റും. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഓവറോൾ ലുക്കിന്റെ കാര്യം നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഫ്രണ്ട് പോർഷൻ തന്നെയാണ്. അതിൽ തന്നെ ഈ ഫ്രണ്ടിലെ ഹെഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ലൈറ്റ് അപ്പ് ചെയ്ത് കാണിച്ചു തരാം. എന്താ ഭംഗി! ഈ ഹെഡ് ലൈറ്റിന് ഒരു 10 ഔട്ട് ഓഫ് 10 കൊടുക്കാം. അതുമാതിരി ലുക്കാണ് ട്രയംഫ് വണ്ടിയുടെ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. എന്തായാലും തൽക്കാലം ഞാൻ ഓഫ് ചെയ്തേക്കാം. പിന്നെ ഇതിന് അടുത്ത അട്രാക്റ്റീവ് ആയിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ടിലെ USD ഫോക്സ് ആണ്. ഫ്രണ്ടിൽ ഈ ഗോൾഡ് കളർ സ്പോക്ക് ആയതുകൊണ്ട് തന്നെ വണ്ടി ഓവറോൾ ഈ ബ്ലാക്ക് കളർ എസ്പെഷ്യലി പെട്ടെന്ന് കാണാൻ നല്ല രസമുണ്ട്. ഇതിൻ്റെ ബാക്കി കളേഴ്സ് വരുന്നത് നമുക്ക് റെഡ് വരുന്നുണ്ട്, ബ്ലൂ വരുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ആൾക്കാർക്ക് കൂടുതലും ഇഷ്ടമാവാൻ സാധ്യത ഈ ബ്ലാക്ക് തന്നെ ആയിരിക്കും. ഏകദേശം നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് റൈഡ് വരുന്നത്. നല്ല സോഫ്റ്റ് സസ്പെൻഷൻ ആണ്. ബാഡ് റോഡ്സിലാണെങ്കിലും കുറച്ചധികം ബാഡ് ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് അടി വരുന്നുണ്ട് കയ്യിലോട്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ അലമ്പ് റോഡൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ അതിലൊക്കെ ഈസി ആയിട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഇത് ഓടിച്ച പലരും എന്നോട് പറഞ്ഞത് അത് തന്നെയാണ്. വണ്ടി സസ്പെൻഷൻ അടിപൊളിയാണ്. നമ്മുടെ ഇന്ത്യൻ റോഡ്സിന് പറ്റിയൊരു രീതിയിൽ തന്നെയാണ് ട്രയംഫ് ഇതിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ബ്രേക്കിംഗ് നോക്കുവാണെങ്കിൽ ഡുവൽ ചാനൽ ABS വരുന്നുണ്ട്. ബ്രേക്കിങ്ങിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ. അടിപൊളി ബ്രേക്കിംഗ് ആണ്. ഞാൻ കുറച്ചധികം ഒന്ന് സ്പീഡിൽ നോക്കി പെട്ടെന്ന് ഒരാൾ വട്ടം ചാടിപ്പോൾ വണ്ടി എന്നെ സർപ്രൈസ് ചെയ്ത കാര്യം എന്ന് വെച്ചാൽ വണ്ടി പെട്ടെന്ന് സ്റ്റോപ്പ് ആവുന്നുണ്ട്. നല്ലൊരു ബ്രേക്കിംഗ് തന്നെയാണ്. കോൺഫിഡൻ്റ് ആയിട്ടുള്ള ബ്രേക്കിംഗ് തന്നെയാണ് ട്രയംഫിന് കൊടുത്തിരിക്കുന്നത്. ഇനി സൈഡിലോട്ട് നമുക്ക് ട്രയംഫിൻ്റെ ബാഡ്ജിങ് കാണാം. പിന്നെ നമുക്ക് ബാർ ആൻഡ് മിറേഴ്സ് ആണ് ഈ ഒരു മോഡലിന് വരുന്നത്. പിന്നെ സ്ക്രാംബ്ലർ മോഡലിന് നോർമൽ മിറേഴ്സ് ആണ്. അതിൻ്റെ ഹോൾഡർ ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ഈ ബാറിൻ്റെ മാറ്റിയിട്ട് നോർമൽ മിറേഴ്സ് വെക്കാം. ഞാൻ ഈ ഒരു ബാർ ആൻഡ് മിറേഴ്സിൻ്റെ അത്ര വലിയ ഫാനല്ല, അത്ര വ്യൂ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കാണാൻ ഈ വണ്ടിക്ക് കറക്റ്റ് ചേർന്നൊരു മിററിനെയാണ് ട്രയംഫിന് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് പറ്റാത്തവർക്ക് വേണമെങ്കിൽ നോർമൽ മിറേഴ്സും വെക്കാം. അഡ്ജസ്റ്റബിൾ ലിവേഴ്സോ കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ ക്ലച്ച് ഫീൽ എനിക്ക് തോന്നുന്നു സോഫ്റ്റ് ആണ്. ഞാൻ എൻ്റെ CBR എന്ന് വരുന്നുണ്ട്. CBRലുള്ള അത്ര സോഫ്റ്റ് ക്ലച്ച് അല്ല, പക്ഷേ എന്നാലും അത്ര ടൈറ്റും അല്ല. ട്രാഫിക്കിലൊക്കെ കുറച്ച് അധികം ഓടിക്കുമ്പോൾ ചെറിയൊരു പ്രശ്നം തോന്നുന്നുണ്ടെങ്കിലും എന്നാലും ബാക്കി വണ്ടികൾ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള വണ്ടികളൊക്കെ വെച്ച് നോക്കുമ്പോൾ ക്ലച്ച് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ലൈറ്റ് ഫീൽ തന്നെയാണ് തരുന്നത്. സ്വിച്ച് കീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ച് കോസ്റ്റ് കട്ടിങ് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് കോസ്റ്റ് കട്ടിങ് ട്രയംഫും ബജാജും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വിച്ചസ് അത്ര പ്രീമിയം ക്വാളിറ്റി അല്ല, എന്നാലും ഒട്ടും മോശം പറയാനുമില്ല. പിന്നെ ട്രയംഫിൻ്റെ ബാഡ്ജിങ് ഒരുപാട് സ്ഥലത്തുണ്ട് കേട്ടോ. ഇത് ഇവിടെ കാണാം, മീറ്റർ കൺസോളിൽ കാണാം.
പിന്നെ പ്രധാനം നമ്മുടെ ചാവി. കീ വരെ പ്രീമിയമാണ്. ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഞാൻ പ്രതീക്ഷിച്ചത് കീയൊക്കെ നോർമൽ കീ തന്നെ ആയിരിക്കുന്നതാണ്. പക്ഷേ കീ നല്ല പ്രീമിയം കീ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ക്വാളിറ്റി നമുക്ക് ഓവറോൾ ഫീൽ ചെയ്യും. എല്ലാ പാർട്സും നോക്കുവാണെങ്കിലും ട്രയംഫിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും. ഇതേ നമ്മുടെ സ്പീഡ് ഫോണിൻ്റെ ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എൻറ്റയർലി നോക്കുവാണെങ്കിൽ ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ബജാജ് നടത്തിയിട്ടില്ല. ബജാജിന് ഈ വണ്ടി ഉണ്ടാക്കാൻ ട്രയംഫ് കൊടുത്തപ്പോൾ ട്രയംഫ് പറഞ്ഞൊരു കാര്യം എനിക്ക് തോന്നുന്നത് ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു കുറവും വരുത്തത് എന്നായിരിക്കും. അതുകൊണ്ട് തന്നെ ബജാജ് ക്വാളിറ്റിയുടെ കാര്യം എക്സെപ്ഷൻ ആയിട്ടുണ്ട്. അവരുടെ സ്വന്തം വണ്ടിക്ക് പോലും ഇത്ര ക്വാളിറ്റി കൊടുക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ആ ഒരു രീതിയിലുള്ള ക്വാളിറ്റിയാണ് നമുക്ക് ഈ വണ്ടിയിൽ കാണുന്നത്. ഓവറോൾ നോക്കുവാണെങ്കിൽ ക്വാളിറ്റിക്ക് തന്നെ ഈ വണ്ടിക്ക് ഈ പൈസ കൊടുത്ത് വീട്ടിലിറക്കാം. കാരണം അമ്മാതിരി ക്വാളിറ്റിയാണ്. പിന്നെ നമ്മൾ എഞ്ചിൻ കാർഡ് നോക്കുവാണെങ്കിൽ ഇതും എൻറ്റയർലി നമ്മുടെ ട്രയംഫിൻ്റെ പക്ക. കാരണം ഈ ഒരു ഓവറോൾ ഈ നെക്സും ബോൾസൊക്കെ കാണുവാണെങ്കിലും ഒരു ട്രയംഫിൻ്റെ ലോഗോൻ്റെ അതേ ഒരു ഡിസൈൻ തന്നെയാണ് ഇവിടെ എഞ്ചിൻ്റെ കേസ് വരുന്നത്. അപ്പോൾ ഞാൻ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേൾപ്പിച്ചു തരാം. ഇതൊന്നും നോക്കുവാണെങ്കിൽ എക്സോസ്റ്റ് നോട്ട് നല്ല അടിപൊളി സൗണ്ട് തന്നെയാണ്. നമ്മൾ ആൾക്കാർ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ റോട്ടിലൂടെ ഞാൻ പോയപ്പോഴാണെങ്കിലും വണ്ടി സ്റ്റാർട്ട് ചെയ്തൊന്ന് പുഷ് ചെയ്യുമ്പോഴൊക്കെ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ട്രാഫിക്കിൽ നിർത്തുവാണെങ്കിൽ നല്ല അറ്റൻഷൻ ഗ്രാബറാണ് കേട്ടോ വണ്ടി. ഫ്രണ്ടിൽ നിന്നൊക്കെ ലുക്ക് കാണുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് തിരിഞ്ഞ് നോക്കുന്നുണ്ട്, ഏതാ വണ്ടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് റിയർ സെക്ഷനോട്ട് വരാം. റിയർ സെക്ഷൻ പേഴ്സണലി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഭയങ്കരമായിട്ട് സിമ്പിളായ പോലെ ഒറ്റ നോട്ടത്തിൽ നമ്മുടെ ടി വി എസിൻ്റെ റോണിൻ്റെ ഒക്കെ ഒരു റോണിൻ ഇതും പോകുമ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല ഏതാ വണ്ടിയെന്ന്. കാരണം ഏറെക്കുറെ സിമിലറാണ് വരുന്നത്. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ എനിക്ക് ഫീൽ ചെയ്തു. ബാക്ക് ഒന്നുകൂടെ നന്നാക്കായിരുന്നു. ഈ ഗ്രാബ് റെയിലൊക്കെ കുറച്ച് നമ്മൾ സാധാ ഒരു വണ്ടിയിൽ കണ്ടുവരുന്നൊരു രീതിയിലുള്ള ഒരു ഗ്രാബ് റെയിലാണ്. അത് കുറച്ചുകൂടെ നന്നാക്കായിരുന്നു വേണമെങ്കിൽ. നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് നോക്കുവാണെങ്കിൽ നമ്മൾ ഡൂക്കിലൊക്കെ കാണുന്ന ഏകദേശം അതുപോലത്തെ ഇൻഡിക്കേറ്ററൊക്കെ തന്നെയാണ് കൊടുത്തത്. കംപ്ലീറ്റ്ലി എൻറ്റയർലി LED സെറ്റപ്പാണ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മുടെ റിയർ ലൈറ്റിലാണെങ്കിൽ നമുക്ക് ട്രയംഫിൻ്റെ ലോഗോ ഇവിടെ കൊടുത്തായിട്ട് കാണാം. പിന്നെ ബാക്കിൽ ഫെൻഡറൊക്കെ അത്യാവശ്യം കുറച്ച് വലുതായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കിൽ നിന്ന് വണ്ടി ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ഫ്രണ്ടിൽ നിന്നുള്ള ലുക്കും ബാക്കിൽ നിന്നുള്ള ലുക്ക് വെച്ചപ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടമായത് ഫ്രണ്ടിൽ നല്ല ലുക്കാണ്. പിന്നെ നമ്മൾ ടയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ അപ്പോളോ H1s ആണ് വരുന്നത്. ആൽഫ H1s ആണ്. സ്റ്റീൽ ബെറ്റർ റേഡിയസ് ടയറാണ് വരുന്നത്. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമുള്ള ടയേഴ്സാണ്. ഞാൻ എൻ്റെ വണ്ടിയിലും ഏകദേശം 25,000-30,000 കിലോമീറ്ററോളം CBRൽ അത് ഓടിച്ച് മാറ്റി. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ വീണ്ടും വാങ്ങിയത് അപ്പോളോ H1s തന്നെയാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് വാങ്ങാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടയർ തന്നെയാണ്. ബാക്കി നമ്മൾ മെക്സലും തിരയിലേക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി പ്രൈസ് കൂടുതലാണ്. നമുക്ക് വാങ്ങാൻ പറ്റിയ അഫോർഡബിൾ ആയിട്ട് രീതിയിൽ നോക്കുവാണെങ്കിൽ H1s തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പേഴ്സണലി എനിക്ക് കൂടുതൽ ഇഷ്ടം. നമ്മൾ സൈഡിലോട്ട് വരുമ്പോൾ സാരി ഗാർഡ് കാണാം. സാരി ഗാർഡ് പേഴ്സണലി എനിക്ക് വണ്ടിക്ക് അത്ര ചേരുന്നതായിട്ട് തോന്നിയില്ല. അപ്പോൾ അത് എടുത്ത് കളയാൻ പറ്റുമെന്ന് ചോദിച്ചിരുന്നു ഷോറൂമിൽ. പക്ഷേ അപ്പോൾ എടുത്ത് കളയുമ്പോൾ ഇവിടെ ലൂസാവും. ഇവിടെ വയറിങ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ പോയിരിക്കുന്നത്. അപ്പോൾ അതിന് വേറെ എന്തെങ്കിലും വഴി കാണേണ്ടി വരും. അപ്പോൾ നമുക്ക് സീറ്റിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സാണ്. ഇപ്പോൾ നമ്മൾ ലോങ് പോവുകയാണെങ്കിലും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാത്ത രീതിയിലാണ്. റിയർ സീറ്റ് ആണെങ്കിലും അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ ടാങ്ക് നോക്കുവാണെങ്കിൽ ഇത് 13 ലിറ്റേഴ്സ് ടാങ്കാണ് വരുന്നത്. കുറച്ചും കൂടെ വലിയ ടാങ്ക് കൊടുക്കാറുണ്ട്. അതായത് നമ്മൾ ലോങ് ഒക്കെ പോകുമ്പോൾ കുറച്ചും കൂടെ ഫ്യൂവൽ ഗ്യാപ്സ് കൂടാൻ സാധ്യതയുണ്ട്. കുറച്ച് വലിയ ടാങ്ക് കൊടുത്തെങ്കിൽ ഒന്നുകൂടെ നന്നായിരുന്നു. ബാക്കി ആക്സിലേറ്ററിൻ്റെ ഭാഗത്ത് നോക്കുവാണെങ്കിൽ റൈറ്റ് ബൈ ത്രോട്ടിലാണ് വരുന്നത്. അതുകൊണ്ട് നല്ല റെസ്പോൺസീവ് ആണ്. ഓടിക്കാനൊക്കെ നല്ല സുഖമുണ്ട്. ട്രാഫിക്കിലാണെങ്കിലും എടുത്ത് പോകാൻ നല്ല ഫ്ലിക്കബിളാണ്. വണ്ടി ഓവർ വെയിറ്റും തോന്നില്ല. വണ്ടി ഓടിക്കുന്നപ്പോൾ കുറച്ച് തള്ളി എടുക്കുമ്പോഴൊക്കെ ട്രാഫിക്കിലൊക്കെ നിർത്തിയിട്ട് തള്ളുമ്പോഴൊക്കെ വെയിറ്റ് തോന്നാം. പക്ഷേ ഓടിച്ച് തുടങ്ങുമ്പോൾ വണ്ടിക്ക് യാതൊരു രീതിയിലുള്ള വെയിറ്റും തോന്നില്ല. പിന്നെ ഓവർ റൈഡിങ് സ്പിൻസ് പറയുന്നത് 150-200 cc എന്നൊക്കെ വരുന്ന ആൾക്ക് ഇപ്പോൾ ഞാൻ എൻ്റെ CBRന്ന് എഴുതിക്ക് വന്നപ്പോൾ പെട്ടെന്നൊന്ന് ആക്സിലേറ്റ് കൊടുത്തപ്പോൾ വണ്ടി തിരിച്ചടിച്ച് പോകുന്ന പോലെ ഫീൽ ചെയ്തിരുന്നു. അപ്പോൾ ഇനീഷ്യലി കുറച്ച് പ്രശ്നങ്ങൾ നമുക്ക് ഫീൽ ചെയ്യാം. ഒരുപാട് വലിയ വണ്ടി ഓടിച്ച് ചെയ്യുന്നവർക്കൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ സാധാരണ 150 എന്നൊക്കെ കയറുമ്പോൾ ഇനീഷ്യലി തുടക്കം ഒന്ന് ശ്രദ്ധിക്കുക. വണ്ടി നല്ല പവർ ഉണ്ട്. വണ്ടി അത്യാവശ്യം വലിച്ചെടുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ടോപ്പ് സ്പീഡ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 170 കിലോമീറ്ററിൻ്റെ അടുത്തതിൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 100-ലൊക്കെ ക്രൂസ് ചെയ്ത് പോകാം. ഒരു 100ൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ ചെറുതായിട്ട് വൈബ്രേഷൻസ് ഉണ്ട്. വൈബ്രേഷൻസ് ഒട്ടും ഇല്ല എന്ന് പറയുന്നില്ല. വൈബ്രേഷൻസ് ഉണ്ട്. പക്ഷേ എന്നാലും വൈബ്രേഷൻ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഓടി സെറ്റായി കഴിഞ്ഞാൽ വൈബ്രേഷൻസ് ഒന്നുകൂടെ സെറ്റിൽ ആവും. പുതിയ വണ്ടിയല്ലേ. ഇതിപ്പോൾ ഏകദേശം 1300 കിലോമീറ്ററിൻ്റെ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ചെറിയ വൈബ്സ് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വരുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ മിഡ് റേഞ്ച് അടിപൊളിയാണ്. അപ്പോൾ ടോപ്പ് റേഞ്ച് നോക്കുവാണെങ്കിൽ അത്രത്തോളം അഗ്രസീവ് അല്ലെങ്കിലും മിഡ് റേഞ്ച് അടിപൊളിയാണ്. നമ്മളിപ്പോൾ ട്രാഫിക്കിൽ നിന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ല 50-ലൊക്കെ ആണെങ്കിൽ എടുത്തടിച്ച് പോകാൻ പെട്ടെന്ന് പറ്റുന്നുണ്ട്. പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യുന്നതൊക്കെ തോന്നുവാണെങ്കിലും നമ്മൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ പുള്ളി ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഒരു പുതിയൊരു വണ്ടി മാർക്കറ്റിലോട്ട് ഇറങ്ങാന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻലി നമ്മുടെ പ്രശ്നം വരിക എഞ്ചിൻ എങ്ങനെ ഉണ്ടാവും, റിഫൈൻമെന്റ് ഉണ്ടോ എന്നൊക്കെയുള്ള ഡൗട്ടാണ്. പക്ഷേ ഈ ഒരു ട്രയംഫ് 400ന്റെ കാര്യത്തിലാണെങ്കിൽ സ്പീഡ് 400ന്റെ കാര്യത്തിലാണെങ്കിൽ എഞ്ചിൻ അടിപൊളിയാണ്. നല്ല റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ് ബജാജും ട്രയംഫും കൂടെ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ബാക്കി ഡോമിനറൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അതിനേക്കാൾ റിഫൈൻഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ട്രയംഫ് ബജാജിനോട് പറഞ്ഞിട്ടുണ്ടാവും റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിൻ എന്തായാലും വേണമെന്ന്. അതുകൊണ്ട് തന്നെ ആയിരിക്കും അത്രയും റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിൻ കൊടുത്തത്. നമ്മൾ ഫിഗേഴ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ നമ്മൾ ഡോമിനറിന്റെ ഒരു സ്പെക്കും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് സിമിലർ ആയിട്ട് തോന്നും. എന്നാലും എൻറ്റയർലി ഡിഫറൻറ്റ് ആയിട്ടുള്ള എഞ്ചിൻ തന്നെയാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ്ലി ഡിഫറൻറ്റ് സെറ്റപ്പാണ് ട്രയംഫ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. റിഫൈൻമെന്റ് അടുത്ത് യാതൊരു ഡൗട്ടും ഇല്ല, അടിപൊളി തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് വൈബ്രേഷൻസ് അവിടെ ഇവിടെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ അത് കുറച്ചുകൂടെ കിലോമീറ്റേഴ്സ് ഓടിയാൽ ഒന്നുകൂടെ സെറ്റ് ആവാൻ ചാൻസ് ഉണ്ട്.
കംഫർട്ടബിൾ ആയിട്ട് റൈഡിംഗ് പോസ്റ്റിനാണ് ട്രയംഫ് കൊടുത്തിരിക്കുന്നത്. ഫുഡ് പെക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ബാക്കിലോട്ടല്ല സെറ്റ് ചെയ്തിരിക്കുന്നത്, നല്ല റിലാക്സ് ആയിട്ട് തന്നെയാണ് കാല് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഹാൻഡിൽ ബാസ് ആണെങ്കിലും കുറച്ചുകൂടി ഒരു എക്സ്റ്റൻഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ടിരുന്ന് ലോങ് ഒക്കെ പോകുമായിരുന്നു. നമുക്കൊരു ഹാൻഡിൽ ബാർ എക്സ്റ്റൻഷൻ വെച്ചാൽ അത് പോസിബിൾ ആണ്. എന്നാലും അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു റൈഡിംഗ് പോസ്റ്റിനെയാണ്. നമ്മളിപ്പോൾ സീറ്റ് ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 790 mm ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. ഞാൻ 175 സെന്റിമീറ്റർ ഉണ്ട്, എനിക്ക് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഹൈറ്റ് കുറഞ്ഞ ഒരാളാണെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. വെയിറ്റ് വെച്ച് നോക്കുമ്പോൾ ഹൈറ്റ് കുറഞ്ഞവർക്ക് അങ്ങനെ ട്രാഫിക്കിലോ അല്ലെങ്കിൽ വല്ലയിടത്തും നിർത്തിയിട്ട് പാർക്ക് ചെയ്തിട്ട് ഒന്ന് പുഷ് ചെയ്തെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്ന 170 mm ആണ്. അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ പ്രൈസിംഗ് നോക്കുവാണെങ്കിൽ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 2.33 lakhs ആണ്. അതായത് ഏകദേശം ഓൺ റോഡ് വരുമ്പോൾ 3.07 lakhsന്റെ അടുത്താണ് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ പ്രൈസിംഗ് നോക്കുവാണെങ്കിൽ കില്ലർ പ്രൈസിംഗ് തന്നെയാണ് ട്രയംഫ് കൊടുത്തിരിക്കുന്നത്. ബാക്കി കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഏകദേശം ഇതിന്റെ പ്രൈസിന്റെ അടുത്ത് വരുന്നത് നമ്മൾ ഡോമിനാറിന്റെയും ക്ലാസിക് 350 ടോപ്പ് എൻഡ് മോഡലിന്റെയും പിന്നെ ഏകദേശം നമ്മൾ ഡ്യൂക്കിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറഞ്ഞ വില തന്നെയാണ് ഈ ട്രയംഫ് സ്പീഡ് 400 വരുന്നത്. അപ്പോൾ നമ്മൾ സർവീസിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഇതിന് ഏകദേശം 16,000 ആണ് സർവീസ് ഇന്റർവെൽസ് വരുന്നത്. 16,000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ബാക്കി വണ്ടികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം അതൊരു 2-3 സർവീസ് ചെയ്യുന്ന ഗ്യാപ്പിലാണ് ഇതിന്റെ ഒരു സർവീസ് വരുന്നത്. സർവീസ് കോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സർവീസിന് ഏകദേശം 1,500-2,000 ഫസ്റ്റ് സർവീസിന് ചാർജ് വന്നത്. ചെറുതായിട്ട് ഓയിൽ ചേഞ്ചും സ്പാർക്ക് പ്ലഗ് എന്തോ മാറ്റിയിട്ടേ ഉള്ളൂ. എനിക്കൊന്ന് സെക്കൻഡ് സർവീസിൽ കുറച്ചധികം എമൗണ്ട് വരും. അത് എത്രയെന്ന് കറക്റ്റായിട്ട് എനിക്കറിയില്ല, പക്ഷെ അത് നോക്കി വെക്കുന്നത് വളരെ നന്നായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു ബാക്കി വണ്ടികൾ 3 വർഷം സർവീസ് ചെയ്യുന്ന കോസ്റ്റ് തന്നെയാണ് ഇതിന്റെ ഒരു സെക്കൻഡ് സർവീസിന് വരാൻ ചാൻസ് ഉള്ളൂ. പിന്നെ പാർട്സ് ഒക്കെ എന്തെങ്കിലും മുട്ടൊക്കെ ചെയ്താൽ അങ്ങനത്തെ റീപ്ലേസ്മെന്റ് ഒക്കെ കുറച്ച് കോസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ എല്ലാവരും ചോദിക്കുന്ന കാര്യം മൈലേജിന്റെ കാര്യമാണ്. മൈലേജിന്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മൾ പറയാലോ ഒരു 25 ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ ഒരു സിറ്റി മൈലേജ് വരുന്നത്. 25-26 km/ലിറ്റർ പ്രതീക്ഷിക്കാം. പിന്നെ നോക്കുവാണെങ്കിൽ ഹൈവേസിലൊക്കെ ഒരു 34 ആ ഒരു രീതിയിൽ മൈലേജ് കിട്ടുന്നുണ്ടെന്ന് അതിന്റെ ഓണർ നമ്മളോട് പറഞ്ഞത്. മൈലേജ് വെച്ച് നോക്കുവാണെങ്കിൽ ബാക്കി വണ്ടികൾ വെച്ച് നോക്കുവാണെങ്കിൽ ഏകദേശം ആ ഒരു മൈലേജ് തന്നെയാണ് ബാക്കി ഈ ഒരു സെഗ്മെന്റിലുള്ള വണ്ടികളും തരുന്നത്. അപ്പോൾ മൈലേജിന്റെ കാര്യത്തിൽ കൂടുതൽ കംപ്ലൈന്റ് ചെയ്യാനൊന്നുമില്ല. മൈലേജ് മാത്രം നോക്കി നടക്കുന്ന ഒരാളാണ്, ഡെയിലി യൂസിനൊക്കെ ഉള്ള ആളാണെങ്കിൽ വേറെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഈ വണ്ടി കുറച്ച് നെഗറ്റീവ്സ് നോക്കാം. അപ്പോൾ ഞാൻ വണ്ടി ഓണറോട് ചോദിച്ചിരുന്നു ഇതിൽ ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങൾ എന്താണ്, കുറച്ച് നെഗറ്റീവ്സ് ഇത്ര കാലം ഉപയോഗിച്ചുകൊണ്ടുള്ള കുറച്ച് നെഗറ്റീവ്സ് എന്ന് പറയുമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറയാം. അതായത് ഇതിൽ ഡിസ്റ്റൻസും MT കാണിക്കുന്നതിൽ അത്ര അക്യൂറേറ്റ് അല്ല, ഫ്യൂൽ ഇൻഡിക്കേറ്റർ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു, അത്ര കറക്റ്റ് അല്ല എന്നൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. പിന്നെ പുള്ളി പറഞ്ഞ കാര്യം ഹീറ്റിങ്ങിന്റെ കാര്യം തന്നെയാണ്. അത് പൊതുവെ എല്ലാവർക്കും ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. സിറ്റിയിലൊക്കെ ഒരുപാട് ഓടിക്കുന്ന ആൾക്കാർക്ക് ഹീറ്റിംഗ് കുറച്ച് നമ്മൾ പ്രതീക്ഷിക്കണം. കുറച്ച് ജീൻസ് ഒക്കെ ഇടുവാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. എന്നാൽ നേരെ മറിച്ച് ഫോർമൽസോ അല്ലെങ്കിൽ ഷോർട്സ് ഒക്കെ ഇടുന്നവർക്ക് കുറച്ചധികം ഹീറ്റ് തോന്നാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നെഗറ്റീവായിട്ട് വേണമെങ്കിൽ എടുത്ത് പറയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഫീച്ചേഴ്സ് വൈസ് നോക്കുവാണെങ്കിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയോ സ്വിച്ചബിൾ ABSോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ടാണെന്ന് വേണമെങ്കിൽ നമുക്ക് വാദിക്കാം. പക്ഷെ എന്നാലും അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. പിന്നെ ഒരു ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ വേറെ ലെവലായേനെ. പിന്നെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതിൽ റൈഡിംഗ് മോഡ്സും അങ്ങനെ അവൈലബിൾ അല്ല. റൈഡിംഗ് മോഡ്സും കൂടെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു റൈൻ മോഡോ ഒരു സ്പോർട്സ് മോഡോ ഒരു നോർമൽ സിറ്റി മോഡൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. അങ്ങനെ ഓവറോൾ പാക്കേജ് നോക്കുവാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു വണ്ടി എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. വേറൊരു ഓപ്ഷൻ എൻ്റെ മനസ്സിൽ വരുന്നില്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും സൂപ്പർബ് ആയിട്ടുള്ള ബിൽഡ് ക്വാളിറ്റിയിൽ ഇത്രയും ലുക്ക് തരുന്നൊരു വണ്ടി വേറെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതിനേക്കാളും കുറച്ചുകൂടിയും അട്രാക്റ്റീവ് ആണ് ഇതിന്റെ സ്ക്രാംബ്ലർ. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായതും ഇതിനേക്കാളും കുറച്ചുകൂടി ഇഷ്ടമായത് സ്ക്രാംബ്ലർ ആണ്. അതിന്റെ ആ ഒരു റെഡ് കളറൊക്കെ വേറെ ലെവൽ തന്നെയാണ്. അപ്പോൾ ഈ വണ്ടിക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇത് കുറച്ച് ചെറിയ വണ്ടിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ 100-നെ വെച്ച് നോക്കുമ്പോൾ 100-നേക്കാളും കുറച്ചുകൂടി വലുതാണ്. പക്ഷേ എന്നാലും നമുക്ക് ഡോമിനറിനെ വെച്ച് ഡോമിനർ കുറച്ചുകൂടി വലിയ ബൾക്കി വണ്ടിയായിട്ട് ഫീൽ ചെയ്യാം ഇതിന്റെ ഒപ്പം വെക്കുവാണെങ്കിൽ. അപ്പോൾ ഇത് ആർക്കൊക്കെ പറ്റിയ വണ്ടിയാണെന്ന് ചോദിച്ചാൽ നിങ്ങളിപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ ഒരു പ്രീമിയം ബ്രാൻഡാണ് നോക്കുന്നത്, ഒരു 400cc എഞ്ചിൻ വേണം, എന്നാൽ അത്യാവശ്യം ക്വാളിറ്റിയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ഒന്നും ചെയ്യാത്ത, എന്നാൽ ആൾക്കാർക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നണം, കുറച്ച് കൈക്കാച്ചി ആയിട്ട് തോന്നണം, പിന്നെ അത് കൂടാതെ പ്രൈസിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നണം. അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ വീക്കെൻഡ് റൈഡ്സിനാണെങ്കിലും ചെറിയ ഓഫീസ് റൈഡ്സിനാണെങ്കിലും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ട്രയംഫിന്റെ സ്പീഡ് 400 വരുന്നത്. ഓവറോൾ ഒരു നല്ല പാക്കേജിംഗ് ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു വണ്ടി വേറെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ സീറ്റ് ഹൈറ്റിന്റെ കാര്യത്തിലാണെങ്കിലും വണ്ടിയുടെ ഓവറോൾ പവർ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണോ എന്നുള്ള കാര്യത്തിലാണെങ്കിലും തീർച്ചയായും ടെസ്റ്റ് ഡ്രൈവ് നോക്കിയാൽ തന്നെ മനസ്സിലാവത്തുള്ളൂ. ഈ സ്പീഡ് 400 ആണെങ്കിലും സ്ക്രാംബ്ലർ ആണെങ്കിലും ഹൈറ്റിന് ഡിഫറൻസ് ഒരുപാടുണ്ട്. അപ്പോൾ കുറച്ച് വലിയ ആൾക്കാർക്കൊക്കെ, അതായത് ഹൈറ്റും കുറച്ച് ബൾക്കി ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ എനിക്ക് തോന്നുന്നു സ്ക്രാംബ്ലർ ആയിരിക്കും ഒന്നുകൂടെയും ചേരുന്നുണ്ടാവുക. ഇത് കുറച്ചുകൂടെയും ചെറിയ വണ്ടി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും സ്യൂട്ടബിൾ ആവാൻ ചാൻസ് ഇല്ല. അപ്പോൾ എന്തായാലും തീർച്ചയായും ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ എടുക്കാൻ പറ്റിയൊരു വണ്ടി തന്നെയാണ്. ഒരു 3.07 ലക്ഷത്തിന് ഈ ഒരു വണ്ടി കിട്ടാൻ വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. വണ്ടിയെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ വരാം ഗൈസ്, ബൈ ബൈ.